ഹലോ, ഇന്ന് 5ാം ക്ലാസ്സിൻ്റെ 4ാം പാഠമായ സ്പെൻഡ് കെയർഫുള്ളി കരുതലോടെ ചിലവിടാം എന്ന പാഠം നോക്കാം. എക്സാമിൻ ദ പിക്ചർ. യു ക്യാൻ സീ ദ മെമ്പേഴ്സ് ഓഫ് ദിസ് ഫാമിലി, ഫാദർ, മദർ ആൻഡ് ചിൽഡ്രൻ, എൻഗേജ്ഡ് ഇൻ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ്. വാട്ട് ആർ ദേ ഡൂയിങ്? Father is plowing the land using tracker. Who among the members of this family are engaged in income earning activities? ചിത്രം ശ്രദ്ധിക്കൂ. ഈ കുടുംബത്തിലെ അംഗങ്ങളായ അച്ഛൻ, അമ്മ, മകൾ എന്നിവർ വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് കാണാമല്ലോ. അവർ ഓരോരുത്തരും എന്തൊക്കെയാണ് ചെയ്യുന്നത്? അച്ഛൻ ട്രാക്കർ ഉപയോഗിച്ച് നിലമുഴുകുന്നു. ഇവരിൽ ആരൊക്കെയാണ് വരുമാനം ലഭിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്? Family gets income by doing such different activities. Employment is an economic activity that generates income. Reward of employment is earned either in the form of wage or salary. Employment is one source of income for family. As income is generated in different ways, the sources of income also different. Give below are some information about two families. ഇതുപോലെയുള്ള വിവിധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് വഴിയാണ് കുടുംബങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നത്. വരുമാനം ലഭിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഒന്നാണ് തൊഴിൽ. തൊഴിലിൻ്റെ പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ആണ് ലഭിക്കുന്നത്. കുടുംബത്തിൻ്റെ ഒരു വരുമാന സ്രോതസ്സാണ് തൊഴിൽ. വരുമാനം വ്യത്യസ്ത രീതിയിൽ ലഭിക്കുന്നത് പോലെ വരുമാനം ലഭിക്കാനുള്ള മാർഗങ്ങളും വ്യത്യസ്തമാണ്. രണ്ട് കുടുംബങ്ങളെ സംബന്ധിച്ച് ചില വിവരങ്ങൾ ചുവടെ നൽകിയിട്ടുള്ളത്. ഫാമിലി 1. Satish is an agricultural laborer. His family consists of his wife, 2 children and his mother. He owns a house and 5 cents of land. Satish's wife Sumati is engaged in preparing meal in the nearby school. His family gives adequate care to his bedridden mother. കുടുംബം 1. സതീഷ് ഒരു കർഷക തൊഴിലാളിയാണ്. ഭാര്യ, 2 കുട്ടികൾ, സതീഷിൻ്റെ മാതാവ് എന്നീ അംഗങ്ങളാണ് കുടുംബത്തിലുള്ളത്. സ്വന്തമായി വീടും 5 സെൻറ്റ് സ്ഥലവുമുണ്ട്. സതീഷിൻ്റെ ഭാര്യ സുമതി അടുത്തുള്ള സ്കൂളിൽ ഭക്ഷണം പാകം ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. സതീഷിൻ്റെ രോഗിയായ മാതാവിന് വേണ്ട സംരക്ഷണം കുടുംബാംഗങ്ങൾ നൽകുന്നു. ഫാമിലി 2. ഷാജി's family consists of his wife and 3 children. He runs a tailoring shop. His eldest son is engaged in newspaper distribution. Younger children are students. His wife, Seena, does household activities. They live in a rented house. കുടുംബം 2. ഭാര്യയും 3 മക്കളും ഉൾപ്പെടുന്നതാണ് ഷാജിയുടെ കുടുംബം. തയ്യൽക്കട നടത്തുകയാണ് ഷാജി. ഷാജിയുടെ മൂത്ത മകന് പത്രവിതരണം ചെയ്യുകയാണ് ജോലി. ഇളയ മക്കൾ വിദ്യാർത്ഥിനികളാണ്. ഷാജിയുടെ ഭാര്യ സീന സ്വന്തം ഭവനത്തിലെ ജോലികൾ ചെയ്യുന്നു. വാടക വീട്ടിലാണ് കുടുംബം താമസിക്കുന്നത്. The sources of income are different for these two families. Reward generating ventures or assets can be termed as sources of income. For example, business is a source of income and profit out of the business is income. ഈ കുടുംബങ്ങളുടെ വരുമാന സ്രോതസ്സുകൾ വ്യത്യസ്തമാണല്ലോ. പ്രതിഫലം പ്രദാനം ചെയ്യുന്ന പ്രയത്നമോ വസ്തുക്കളോ ആണ് വരുമാന സ്രോതസ്സ്. ഉദാഹരണത്തിന് കച്ചവടം ഒരു വരുമാന സ്രോതസ്സും അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം വരുമാനവുമാണ്. ലിസ്റ്റ് ഔട്ട് ദ മെമ്പേഴ്സ് ഓഫ് യുവർ ഫാമിലി ഹു ഏൺ ഇൻകം. ലെറ്റ് us examine some other contexts in which family earn income. First, a certain amount deposited in bank, renting out owned buildings, running industrial unit profitably, വർക്കിംഗ് ആസ് ഇൻഷുറൻസ് ഏജൻറ്റ്. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കൊക്കെയാണ് വരുമാനമുള്ളത്? പട്ടികപ്പെടുത്തും. കുടുംബക്കാർക്ക് വരുമാനം ലഭ്യമാക്കുന്ന മറ്റ് ചില സന്ദർഭങ്ങൾ നോക്കൂ. ഒരു നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിക്കുന്നു. സ്വന്തമായിട്ടുള്ള കെട്ടിടം കച്ചവട ആവശ്യങ്ങൾക്കായി കൊടുക്കുന്നു. വ്യവസായ യൂണിറ്റ് മെച്ചപ്പെട്ട രീതിയിൽ നടത്തുന്നു. ഇൻഷുറൻസ് ഏജൻ്റായി പ്രവർത്തിക്കുന്നു. Interest from bank deposit, rent from building, profit from industrial unit, commission from insurance agency are income for families. See the word web depicting different sources of income of families. Family income: salary from government services, commission from Mahila Pradhan agent, wage from construction work, and interest from bank deposit, rent from renting out, and profit from business.
ഈ സന്ദർഭങ്ങളിൽ ബാങ്ക് നിക്ഷേപങ്ങളിൽ നിന്നുള്ള പലിശ, കെട്ടിടത്തിൻ്റെ വാടക, വ്യവസായ യൂണിറ്റിൽ നിന്നുള്ള ലാഭം, ഇൻഷുറൻസ് കമ്മീഷൻ തുടങ്ങിയവ കുടുംബങ്ങൾക്ക് ലഭിക്കാറുള്ള വരുമാനമാണ്. കുടുംബങ്ങൾക്ക് വരുമാനം ലഭിക്കുന്ന വ്യവസായ സ്രോതസ്സുകൾ പ്രതിപാദിക്കുന്ന പദസൂര്യൻ നോക്കൂ. കുടുംബ വരുമാനം: ശമ്പളമായിട്ട് സർക്കാർ ജോലിയിൽ നിന്ന് വരുമാനം, മഹിളാ പ്രധാൻ ഏജൻ്റായിട്ട് കമ്മീഷൻ, കെട്ടിട നിർമ്മാണ ജോലിയിൽ നിന്ന് വരുമാനം കൂലിയായിട്ടും, ബാങ്ക് നിക്ഷേപണത്തിൽ നിന്ന് വരുമാനം പലിശയായിട്ടും, കെട്ടിട വാടകയ്ക്ക് വരുമാനം വാടകയായിട്ടും, കച്ചവടത്തിൽ ലാഭമായിട്ടും വരുമാനം ഒരു കുടുംബത്തിൽ ലഭിക്കുന്നു. Families earn income from different sources such as bank deposit, business, agriculture, industry, land and other properties, services, etc. Thus, earnings of family members from different sources are the income of the family. കുടുംബങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നത് നിക്ഷേപങ്ങൾ, കച്ചവടം, കൃഷി, വ്യവസായം, വസ്തുക്കൾ, സേവനങ്ങൾ തുടങ്ങി വിവിധ സ്രോതസ്സുകളിൽ നിന്നാണ്. ഇങ്ങനെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലമാണ് കുടുംബാംഗങ്ങളുടെ വരുമാനം. Diverse expenses. The common requirements and personal demands of each member of the family are met with the income generated through different sources. All the requirements of a family do not have equal preference. Some are very urgent and essential. Some others are good if met with. The rest does not pose a problem even if not met with. The family requirements should be prioritized based on family income. Expenses need to be coordinated accordingly. See the picture depicting major expenses of a family. You can identify the major expense of a family from the diagram. Think of the other possible expenses of this family and write them down in the space provided. ചിലവും പലവിധം. വിവിധ സ്രോതസ്സുകളിലൂടെ കുടുംബത്തിന് ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് കുടുംബത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങളും അംഗങ്ങളുടെ വ്യക്തിഗതമായ ആവശ്യങ്ങളും നിറവേറ്റുന്നത്. ഒരു കുടുംബത്തിലെ ആവശ്യങ്ങൾ എല്ലാം തുല്യ പ്രധാനമുള്ളതല്ല. ചിലതൊക്കെ അത്യാവശ്യമുള്ളതാണ്, മറ്റു ചിലത് കിട്ടിയാൽ നല്ലത്, ബാക്കിയുള്ളവ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. കുടുംബ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ആവശ്യങ്ങളുടെ മുൻഗണനാക്രമം നിശ്ചയിക്കേണ്ടതാണ്. അതനുസരിച്ച് വേണം ചിലവുകൾ ക്രമീകരിക്കേണ്ടത്. ഒരു കുടുംബത്തിൻ്റെ പ്രധാന ചിലവുകൾ സൂചിപ്പിക്കുന്ന ചിത്രം നിരീക്ഷിക്കൂ. എന്തൊക്കെ ചിലവുകളാണ് ഈ കുടുംബത്തിൻ്റേതെന്ന് കണ്ടെത്താമല്ലോ. ഈ കുടുംബത്തിന് മറ്റെന്തെല്ലാം ചിലവുകൾ കൂടി ഉണ്ടാകും, അവ ചിത്രത്തിലെ വിട്ടുപോയ സ്ഥലത്ത് എഴുതി ചേർക്കാമല്ലോ. In this picture we can see expense of this family: food, loan repayment, treatment, purchase of clothing and travel. There are also other possible expenses. You should list out it. Among these expenses, some are meant to meet day-to-day requirements. Some others are to meet particular requirements. Expenditure on food, cloth, loan repayment are expected expenses. Unexpected events may occur in our life. Accidents, natural calamities, and disease are unexpected events which lead to unexpected expenditure. A part of our income may be kept apart to meet such unexpected expenses. ഒരു കുടുംബത്തിൻ്റെ പ്രധാന ചിലവുകൾ സൂചിപ്പിക്കുന്ന ചിത്രമാണ് നേരത്തെ കണ്ടത്. അവ എന്തെല്ലാമെന്ന് നോക്കാം. ഭക്ഷണ ചിലവ്, വായ്പ തിരിച്ചടവ്, ആശുപത്രി ചിലവ്, വസ്ത്രം വാങ്ങാനുള്ള ചിലവ്, യാത്രാ ചിലവ്. ഇവ കൂടാതെ എന്തെല്ലാമെന്ന് ആലോചിച്ച് എഴുതുക. ഈ ചിലവുകളിൽ ചിലത് ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളവയാണ്, മറ്റ് ചിലത് പ്രത്യേക സന്ദർഭങ്ങളിൽ വരുന്ന ചിലവുകളാണ്. ഭക്ഷണ ചിലവ്, വസ്ത്രങ്ങൾ വാങ്ങാനുള്ള ചിലവ്, വായ്പകളുടെ തിരിച്ചടവ് എന്നിവ പ്രതീക്ഷിത ചിലവുകളാണ്. അപ്രതീക്ഷിതമായ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അപകടം, പ്രകൃതി ദുരന്തം, രോഗങ്ങൾ തുടങ്ങിയവ മൂലമുണ്ടാകുന്ന ചിലവുകൾ അപ്രതീക്ഷിത ചിലവുകളാണ്. പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന ഇത്തരം ചിലവുകൾക്കായി വരുമാനത്തിൽ ഒരു ഭാഗം കരുതി വയ്ക്കാവുന്നതാണ്. Economic security. Expense exceeding income will lead to economic crisis in the family. When expenses are less than income, there will be surplus. This surplus is the saving of a family. Saving plays a virtual role in economic security. Economic security means maintaining higher standard of living and the ability to meet expense likely to incur in future.
We can attain economic security through better management of family income. The following three states can be observed on examining the income and expense of a family. Expenses and income are equal. Income more than expenses, income less than expenses. സാമ്പത്തിക സുരക്ഷിതത്വം. വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവുണ്ടാകുന്നത് കുടുംബത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇടയാകുന്നു. എന്നാൽ ചിലവ് വരുമാനത്തേക്കാൾ കുറവാകുമ്പോൾ മിച്ചമുണ്ടാകുന്നു. മിച്ചം വയ്ക്കുന്ന തുക കുടുംബത്തിൻ്റെ സമ്പാദ്യമാണ്. സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ സമ്പാദ്യം സുപ്രധാന പങ്ക് വഹിക്കുന്നു. സാമ്പത്തിക സുരക്ഷിതത്വം എന്നത് മെച്ചപ്പെട്ട ജീവിതം നിലനിർത്തുന്നതിനോടൊപ്പം ഭാവിയിലുണ്ടാകുന്ന ചിലവ് കൂടി നിറവേറ്റാൻ കഴിയുന്ന സാഹചര്യമാണ്. കുടുംബ വരുമാനം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നത് വഴി സാമ്പത്തിക സുരക്ഷിതത്വം നേടാം. കുടുംബാംഗങ്ങളുടെ വരുമാനവും ചിലവും നോക്കിയാൽ താഴെ പറയുന്ന 3 അവസ്ഥ കാണാവുന്നതാണ്. വരുമാനവും ചിലവും തുല്യം. വരുമാനം കൂടുതൽ, ചിലവ് കുറവ്. വരുമാനം കുറവ്, ചിലവ് കൂടുതൽ. Habit of thrift. Nowadays, several products are available in the market. There are advertisements persuading people to buy these products. Influenced by advertisement, we purchase excessively, and this led to increased expense. We should have the sense to buy good quality essential products without failing into the temptation of advertisement. Thrift is the habit of spending our income effectively to meet our desired requirements. Thrift should be a part of our lifestyle, and thrift helps to ensure economic security. Simple lifestyle is essential for thrift. The world has enough for everyone's need, but not enough for everyone's greed. ഗാന്ധിജി. മിതവ്യയശീലം. ഇന്ന് ധാരാളം ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭ്യമാണ്. ഇവ ഓരോന്നും വാങ്ങുവാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ ധാരാളമുണ്ട്. പരസ്യങ്ങളുടെ പ്രേരണയാൽ അമിതമായ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് ചിലവ് വർദ്ധിപ്പിക്കുന്നു. മാത്രമല്ല, നാം അറിയാതെ വീണ്ടും അവ വാങ്ങുവാനും ഉപയോഗിക്കുവാനുമുള്ള പ്രേരണയുണ്ടാകുകയും ചെയ്യുന്നു. പരസ്യങ്ങളുടെ പ്രലോഭനത്തിൽ വീഴാതെ വിവേകപൂർവ്വം ഗുണമേന്മയുള്ള ആവശ്യ വസ്തുക്കൾ വാങ്ങാൻ നമുക്ക് കഴിയണം. ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഫലപ്രദമായ വരുമാനം ചെലവിടുന്ന സ്വഭാവ സവിശേഷതയാണ് മിതവ്യയശീലം. മിതവ്യയശീലം ജീവിത രീതിയുടെ ഭാഗമാക്കേണ്ടതുണ്ട്. സാമ്പത്തിക സുരക്ഷിതത്വത്തിന് മിതവ്യയശീലം സഹായിക്കും. ലളിത ജീവിതം മിതവ്യയശീലത്തിന് അനിവാര്യവുമാണ്. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ഗാന്ധിജി. All the members of a family should practice thrift. As a student, what can you do to ensure thrift? Avoid luxury goods. Produce food, grains, vegetables and fruits that can be cultivated at home. മിതവ്യയശീലം കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ശീലമാക്കേണ്ടതാണ്. കുട്ടികൾ എന്ന നിലയിൽ മിതവ്യയശീലത്തിൻ്റെ ഭാഗമായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം? ആഡംബര വസ്തുക്കൾ ഉപേക്ഷിക്കാം. ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഭക്ഷ്യവസ്തുക്കൾ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാം. Family income and expenditure. See the income and expenditure of a family for a month. Income through salary and income from properties. Total 21,000. And expenditure rice and grocery, vegetables, milk, fish, telephone, newspaper, electricity charge, clothes, education, medical expenses, travel, loan repayment, insurance, other expenses. Total expenditure is 23,400 rupees, which is more than income. ഇവിടെ കണ്ടത് ഇൻകം, അതായത് വരുമാനം എക്സ്പെൻഡിച്ചർ ചിലവിനെക്കാട്ടിലും കുറവായതായിട്ടാണ്. നമുക്ക് വരുമാനം ഇവിടെ സാലറി ശമ്പളത്തിൽ കൂടെയും അതുപോലെ തന്നെ വസ്തുവിൽ നിന്നുള്ള വരുമാനമാണ്. അത് 21,000 രൂപയാണ്. എന്നാൽ എക്സ്പെൻഡിച്ചർ ഇവിടെ 23,400 രൂപ, അതായത് വരുമാനത്തേക്കാൾ കൂടുതൽ. What can you infer from the analysis of the given data on the income and expenditure of this family? Make use of the following indicators. Total income and expenditure of the family. Measures that can be taken by the family to ensure economic security.
താഴെ നൽകിയിട്ടുള്ള സൂചനകൾ ഉപയോഗിച്ച് ഈ കുടുംബത്തിൻ്റെ വരവ് ചിലവ് കണക്കുകൾ വിശകലനം ചെയ്താൽ എന്തൊക്കെ കണ്ടെത്താം? കുടുംബത്തിൻ്റെ ആകെ വരവും ആകെ ചിലവും. സാമ്പത്തിക സുരക്ഷിതത്വത്തിനായി ഈ കുടുംബത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. Families may not always keep records on their income and expenditure, but they can ensure better life if they anticipate income and expenditure. Keeping records on the estimated income and expenses of a family can be called a family budget. Let us examine the benefit of preparing a family budget. Coordinate expenses in accordance with the income. Requirements can be prioritized and met with accordingly. The need of thrift and saving can be realized. ഇങ്ങനെ വരവ് ചിലവുകൾ പലപ്പോഴും കുടുംബങ്ങളിൽ എഴുതി സൂക്ഷിക്കാറില്ല. എന്നാൽ കുടുംബത്തിൻ്റെ വരുമാനവും പ്രതീക്ഷിക്കുന്ന ചിലവുകളും മുൻകൂട്ടി കാണാൻ കഴിഞ്ഞാൽ മെച്ചപ്പെട്ട ജീവിതത്തിന് സാഹചര്യമുണ്ടാകും. ഇങ്ങനെ മുൻകൂട്ടി വരവ് ചിലവ് കണക്കുകൾ എഴുതി സൂക്ഷിക്കുവാൻ കഴിഞ്ഞാൽ അതിന് കുടുംബ ബഡ്ജറ്റ്, ഫാമിലി ബഡ്ജറ്റ് എന്ന് പറയാം. കുടുംബ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് കൊണ്ട് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടെന്ന് നോക്കാം. വരവിനനുസരിച്ച് ചിലവ് ക്രമപ്പെടുത്താൻ സഹായിക്കുന്നു. മുൻഗണന നിശ്ചയിച്ച ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നു. സാമ്പത്തിക ശീലം, മിതവ്യയശീലം എന്നിവയുടെ ആവശ്യകത തിരിച്ചറിയാൻ സാധിക്കുന്നു. Income and expenditure of all families are not the same. The family budgets depend on the variation in income and expense of each family. Around us, we see families with high and low income. This leads to economic disparity among families. The central and state government have been implementing various programs for minimizing the economic disparity. എല്ലാ കുടുംബങ്ങളുടെയും വരവ് ചിലവുകൾ ഒരുപോലെയല്ല. കുടുംബ ബഡ്ജറ്റുകൾ വ്യത്യസ്തമാകുന്നതിൻ്റെ അടിസ്ഥാനം കുടുംബാംഗങ്ങളുടെ വരുമാനത്തിലും ചിലവിലും ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ്. നമുക്ക് ചുറ്റും കാണുന്നവരിൽ വരുമാനം കൂടുതലുള്ളവരും കുറച്ചുള്ളവരും ഉണ്ട്. ഇത് കുടുംബങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക അന്തരത്തിന് വഴിതെളിയിക്കുന്നു. കുടുംബങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക അന്തരം കുറയ്ക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാർ നിരവധി പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരുന്നു. Activity budget. Just like family budget, each and every organization or institution around us do have budget. Likewise, activity budget can also be prepared. A budget prepared for a particular activity or a program is called activity budget. A budget prepared for your study tour is an example of an activity budget. പ്രവർത്തന ബഡ്ജറ്റ്. കുടുംബ ബഡ്ജറ്റ് എന്നതുപോലെ നമ്മുടെ ചുറ്റുമുള്ള സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും ബഡ്ജറ്റ് ഉണ്ടാകാം. അതുപോലെ ചിലപ്പോൾ പ്രവർത്തന ബഡ്ജറ്റുകളും തയ്യാറാക്കാറുണ്ട്. ഒരു പ്രത്യേക പ്രവർത്തനത്തിനോ പരിപാടിക്കോ വേണ്ടി മാത്രം തയ്യാറാക്കുന്ന വരവ് ചിലവ് കണക്കാണ് പ്രവർത്തന ബഡ്ജറ്റ്. പഠനയാത്രയ്ക്കായി തയ്യാറാക്കുന്ന ബഡ്ജറ്റ് പ്രവർത്തന ബഡ്ജറ്റിന് ഉദാഹരണമാണ്. Local self-government bodies such as panchayats, municipalities and corporations have budgets. There are budgets for the central and state governments. The central and state governments present the expected expenditure in the budget by calculating the anticipatory expenses and identify sources of revenue to meet with. In India, financial year is the period from 1st April to 31st March. The central and state government prepares annual budget for every financial year. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയ്ക്കെല്ലാം ബഡ്ജറ്റുണ്ട്. ഇന്ത്യയിൽ കേന്ദ്ര ബഡ്ജറ്റ്, സംസ്ഥാന ബഡ്ജറ്റ് നിലവിലുണ്ട്. കുടുംബ ബഡ്ജറ്റിൽ നിന്നും വ്യത്യസ്തമായി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചെലവുകൾ മുൻകൂട്ടി തീരുമാനിക്കുകയും അതിനുവേണ്ടി പ്രതീക്ഷിക്കുന്ന വരുമാനം കണ്ടെത്തി ബഡ്ജറ്റിലൂടെ അവതരിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. വാർഷിക ബഡ്ജറ്റുകളാണ് സാധാരണ നിലയിൽ സർക്കാരുകൾ അവതരിപ്പിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത്. ഒരു സാമ്പത്തിക വർഷത്തേക്കുള്ളതാണ് കേന്ദ്ര ബഡ്ജറ്റും സംസ്ഥാന ബഡ്ജറ്റും. Summary. Employment is a source of income for families. Sources of income are diverse. Requirements of family are met with income. Controlling expenses help economic security. Thrift is advisable for economic security. Income and expenditure of all family are not alike. There exists economic disparity among families.
യൂണിയൻ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ്, അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഗനൈസേഷൻസ് പ്രസൻറ്റ് ബഡ്ജറ്റ്സ്. കുടുംബങ്ങളുടെ ഒരു വരുമാന സ്രോതസ്സാണ് തൊഴിൽ. വരുമാന സ്രോതസ്സുകൾക്ക് വൈവിധ്യമുണ്ട്. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് വരുമാനം കൊണ്ടാണ്. ചിലവുകൾ നിയന്ത്രിക്കുന്നതിന് സാമ്പത്തിക സുരക്ഷിതത്വം സഹായമാകുന്നു. മിതവ്യയ ശീലം സാമ്പത്തിക സുരക്ഷിതത്വത്തിന് ഗുണമാകുന്നു. എല്ലാ കുടുംബങ്ങളിലും വരവ് ചിലവുകൾ ഒരുപോലെയല്ല. കുടുംബങ്ങൾ തമ്മിൽ സാമ്പത്തിക അന്തരം നിലനിൽക്കുന്നു. കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മറ്റു സ്ഥാപനങ്ങൾ, സംഘടനകൾ എന്നിവ ബഡ്ജറ്റ് അവതരിപ്പിക്കാറുണ്ട്. ഇത്രയുമാണ് ചാപ്റ്റർ 4 സ്പെൻഡ് കെയർഫുള്ളി, കരുതലോടെ ചിലവിടാം എന്ന ചാപ്റ്ററിലെ പ്രധാന ഭാഗങ്ങൾ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.